Why you are untying the donkey? എന്തിനാണ് ഈ കഴുതക്കുട്ടിയെ നീ അഴിക്കുന്നതെന്ന്? Because those custodians, കാരണം ആ ഉടമസ്ഥർ, they are the one tied the donkey here. അവരാണ് ആ കഴുതക്കുട്ടി അവളെ കെട്ടിയിട്ടത്. They want to break the head. അവർക്ക് അതിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. But Jesus want to enter with the donkey. എന്നാൽ യേശു ആ കഴുതക്കുട്ടിയുടെ മുകളിൽ കയറിയിരുന്നു. These are the two plans. ഇതായിരുന്നു രണ്ട് പദ്ധതികൾ. Plan of the world, ലോകത്തിന്റെ പദ്ധതി, plan of the Lord. ദൈവത്തിന്റെ പദ്ധതി. What is the plan of the world? എന്താണ് ലോകത്തിന്റെ പദ്ധതി? You want to break the head. കഴുത്ത് ഞെരിച്ചു കൊല്ലുക. What is the plan of the world? എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്നതാ? I want to use her. എനിക്ക് അതിന്റെ മുകളിൽ കയറിയിരിക്കണം. I want to sit on that. എനിക്ക് അതിന്റെ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യണം. The second plan is going to succeed in your life. ഈ രണ്ടാമത്തെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. The first plan, ആദ്യത്തെ പദ്ധതി, that's the plan ആ പദ്ധതി of your neighbor. നിന്റെ അയൽക്കാരന്റെ That's പദ്ധതി, the plan ആ പദ്ധതി of your enemy. നിന്റെ ശത്രുവിന്റെ പദ്ധതി. They want to see അവർക്ക് കാണണം you are died. നീ മരിച്ചതായിട്ട്, Your neck has been lifted. നിന്റെ കഴുത്ത് ഞെരിച്ചതായിട്ട്, Hallelujah. ഇളകി മാറിയതായിട്ട്. Hallelujah. ഹല്ലേലൂയ. But Lord's plan, എന്നാൽ കർത്താവിന്റെ പദ്ധതി, I want to enter on you. എനിക്ക് നിന്റെ മേൽ I കയറിയിരിക്കണം. want to make myself a riding for you. എനിക്ക് നിന്റെ മേൽ കയറിയിരുന്ന് യാത്ര ചെയ്യണം. Bring that, that royal entry. ആ രാജകീയമായ യാത്ര. Jesus never ever entered Jerusalem like this, even before or after. യേശു ഇതിനു മുമ്പും ഇതിനു ശേഷവും ഇതേപോലെ ഒരു രാജകീയമായ യാത്ര നടത്തിയിട്ടില്ല This ജെറുസലേമിലേക്ക്. entry is called the royal entry. ഈ യാത്രയാണ് രാജകീയമായ യാത്ര എന്ന് പറഞ്ഞത്. Without you, നീ ഇല്ലാതെ Jesus can't enter. Without you, when you are chosen, through you, He is going to enter. നീ ഇല്ലാതെ യേശുവിന് ആ രാജകീയ യാത്ര ചെയ്ത് അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുകയില്ല. That royal entry ആ രാജകീയ യാത്ര is not possible because without you. നീ ഇല്ലാതെ സാധിക്കില്ല. It will be possible only by you. ഇത് നിന്നാൽ മാത്രമാണ് സാധിക്കുക. A donkey, കഴുതേ, you are going to be royal. നീ ഒരു രാജകീയ വസ്തുവായി മാറാൻ പോണു. Hallelujah. Everything is changing now. എല്ലാം മാറി മറിയുകയാണ്. From the normal into the royal. സാധാരണതയിൽ നിന്ന് രാജകീയതയിലേക്കെല്ലാം മാറുകയാണ്. Without you, നീ ഇല്ലാതെ He cannot enter. അവന് പ്രവേശിക്കാൻ If കഴിയുകയില്ല. you are not there, നീ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ He can't move this royal move. അവൻ ആ രാജകീയ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. Things are changing from natural to royal. ചില കാര്യങ്ങൾ സ്വാഭാവികതയിൽ നിന്ന് രാജകീയതയിലേക്ക് മാറുന്നു. Say it. When Jesus unfasten you, യേശു നിന്നെ കെട്ടഴിക്കുമ്പോൾ, when Jesus untying you, യേശു നിന്നെ കെട്ടഴിക്കുമ്പോൾ, next moment, അടുത്ത നിമിഷത്തിൽ your status will change. നിന്റെ സ്റ്റാറ്റസ് മാറും. Hallelujah. ഹല്ലേലൂയ. From the natural into royal. സ്വാഭാവികതയിൽ നിന്ന് രാജകീയതയിലേക്ക്, From the natural into royal. സ്വാഭാവികതയിൽ നിന്ന് രാജകീയതയിലേക്ക്. Hallelujah. ഹല്ലേലൂയ. This is what the king, ഇത് this is what the king and his kingship and his kingly entry, royal entry. ഇതാണ് രാജാവിന്റെ രാജകീയമായ യാത്ര എന്ന് പറയുന്നത്. He is the king. അവനാണ് രാജാവ്. He is on you. അവൻ നിന്റെ മേലാണ് You ഇരിക്കുന്നത്. are the donkey. നീയാണ് കഴുത. Jesus is commanding. യേശു കൽപ്പിക്കുന്നു. The people won't leave you easily. ആളുകൾ നിന്നെ വെറുതെ വിടുകയില്ല. I will show you a vision that I was seeing during the mass time when we were sitting together. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്നപ്പോൾ ഞാൻ കണ്ട ഒരു ദർശനം ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. Hallelujah. ഹല്ലേലൂയ. This is the donkey. Okay, this is the donkey. ഇതാണ് കഴുത. These are the custodians. ഇവരാണ് ആ കഴുതയെ കെട്ടിയിട്ട ഉടമസ്ഥൻ. This is the disciple. Come. Tie that donkey. Tie. Come. Tie that donkey. Tie. പിടിച്ചോ, മുറുക്കം പിടിച്ചോ. വയറൊക്കെ ഉണ്ട്, മോക്കം പിടിച്ചു. കഴുതയ്ക്ക് ഭയങ്കര വയറ്. This donkey got umbrella tummy also. Okay. Now see this. This is a vision I saw this morning. ഇന്ന് രാവിലെ ഞാൻ കണ്ട ദർശനം ഇതാണ്. Now disciple is being sent by Jesus. യേശുവിനാൽ അയക്കപ്പെട്ട ശിഷ്യന്മാർ When you approach the village, ആ ഗ്രാമത്തിലേക്ക് എത്തുന്ന സമയം, near to the gate, അതിന്റെ കവാടത്തിൽ the donkey will be tied. ആ കഴുതയെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. Now, ഇപ്പോൾ untie the donkey.
അഴിച്ചുവിടുക കഴുതക്കുട്ടിയെ. Now these are the custodians. ഇവരാണ് ഉടമസ്ഥർ. അതിന്റെ They are saying, അവര് പറയുകയാണ്, we will not allow you. അഴിച്ചുവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല അഴിച്ചോണ്ട് പോവാൻ. That's my donkey. അത് എന്റെ കഴുതക്കുട്ടിയാണ്. I am the custodian. ഞാനാണ് അതിനെ പിടിച്ചു വെച്ചിരിക്കുന്നവൻ. I am the custodian. ഞാനാണ് അതിനെ പിടിച്ചു വെച്ചിരിക്കുന്നവൻ. I cannot live എനിക്ക് അതിനെ വിട്ടുകളയാൻ പറ്റില്ല. simply. അത് ചുമ്മാ അത് വിടാൻ പറ്റത്തില്ല. But remember what Jesus said. യേശു എന്താ പറഞ്ഞറിയാമോ? Say this word. ഈ വാക്ക് അവരോട് പറയുക, Lord. Oh, say that. Say that. Lord. Kuriakon. Kuriakon. From that only Kuriakos come. Kuriakon. Say that word after me. Lord. Now disciples going there. ശിഷ്യന്മാർ അങ്ങോട്ട് പോവുകയാണ്. Disciple going there. ശിഷ്യന്മാർ അങ്ങോട്ട് പോവുകയാണ്. And disciples saying, ശിഷ്യന്മാർ പറയുകയാണ്, Lord. See, when disciples pronounce that particular word, Kuriakon, the word Lord, okay? That lordship of Jesus became on this monkey, on this donkey. A new seal is sealed now. You know what is the new seal? This is belongs to the Lord. Amen. And Jesus is the Lord of this. Jesus is the Lord of this. Don't forget to read that particular word. Lord. Say that word. Lord. There, what Jesus is trying to convey. Tell me. What Jesus is trying to convey. Lord needs it. I am the Lord. Landlord, we know. Landlord. But we don't know the Lord. Actually, the landlord is from the Lord only. The owner of the land is called landlord. Now use that word. Lord. Lord. Kuriakon. Say that. Kuriakon. Kuriakon. Okay. Who is the Kuriakon? Jesus. Master. Jesus is the Lord. Lord wants it. The moment disciples said that the word Lord, the terminology Lord, those hands got released. Hallelujah. 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 You understand? Jesus is claiming his lordship on you. യേശു നിന്റെ മേലുള്ള കർത്തൃത്വത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. Jesus is claiming the lordship over your life. നിങ്ങളുടെ ജീവിതത്തിന് മേലുള്ള യേശുവിന്റെ കർത്തൃത്വത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. For the salvation, according to Romans 10:11 and 12, you have to confess Jesus is the Lord. Jesus is the Lord. രക്ഷയ്ക്കായിട്ട് റോമാലേഖനം 10 പറയുന്നത് പോലെ യേശു കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറയണം. Confess. ഏറ്റുപറയുക. Jesus is the Lord. യേശു കർത്താവാണ്. Now, what it is written there? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Lord wants it. കർത്താവിന് ആവശ്യമുണ്ട്. All of you say, Lord wants it. Lord wants it. That means Jesus sent the lordship with his disciples. The moment disciple pronounced that word, Lord wants it. All the chains that first tied the donkey got released immediately. This is what is happening in your life. Amen. Jesus says, യേശു പറഞ്ഞു, say it. യേശു Jesus says, says, so many things are tiding us. That is the truth. One is, what is your name? Come. What is your name? Anthony. No, your name is financial crisis. What is your name? Kochumon. Hey, your name is family problem. What is your name? Rolfen. Hey, your name is sickness. Don't die him. Hallelujah. These are the things that is tiding you. ഈ കാര്യങ്ങളൊക്കെയാണ് നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്. This donkey want to move. See, ഈ കഴുതയ്ക്ക് മുന്നോട്ട് ചലിക്കണമെന്നുണ്ട്. the custodians are not allowing. പക്ഷെ കെട്ടിയിട്ടിരിക്കുന്നവർ വിടുന്നില്ല.
Jesus is claiming here. യേശു ഇവിടെ വന്നിട്ട് പ്രഖ്യാപിക്കുക Lord, കർത്താവ്